let's discuss on question number 13. See the IUPAC name of the following compound. നമുക്കൊരു കോമ്പൗണ്ട് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ആ കോമ്പൗണ്ടിനെ ഞാൻ ഒന്ന് എഴുതുകയാണ്. We have a COOH, പിന്നെ CH, then you have a CH3, next CH2 single bond, CH2 single bond, CH single bond, C double bond O single bond CH3, and here it is CH3. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. അപ്പോൾ ഈ കോമ്പൗണ്ടിൽ നമുക്ക് രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പാണ് നമ്മളിലുള്ളത്. ഇതൊരു ഫങ്ഷണൽ ഗ്രൂപ്പ്, ഇത് എസ്റ്റർ അനദർ ഫങ്ഷണൽ ഗ്രൂപ്പ്. പക്ഷെ നമുക്കറിയാം ആർക്കാണ് കൂടുതൽ പ്രയോറിറ്റി ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ അത് കാർബോക്സിലിക് ആസിഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പം നമ്മളുടെ കോമ്പൗണ്ടിന്റെ പേരിന്റെ അവസാനം അത് ഓയിക് ആസിഡ് ആയിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിതിൽ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് അവസാനത്തെ ഓപ്ഷനാണ്. ഇറ്റ് ഈസ് 2,4-dimethyl അല്ലെ 6-methoxycarbonyl 2,5-dimethyl hexanoic acid. ഇത് മാത്രം നമുക്ക് ഇതിനകത്ത് ആൻസർ ആയി പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ മക്കളെ, ഇതിന്റെ യഥാർത്ഥ പേര് ശരിക്കും ഇങ്ങനെയല്ല നമുക്ക് എഴുതേണ്ടി വരിക. കാരണം നിങ്ങൾ നോക്കൂ, ഇതിന്റെ ലോങ്സ്റ്റ് ചെയിൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. സോ വെൻ യു സെലക്ട് ദ ലോങ്സ്റ്റ് ചെയിൻ, ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. ഇനി എങ്ങോട്ട് പോകണം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പോകേണ്ടത് മോർ ബ്രാഞ്ചസ് ഉള്ള സൈഡിലേക്ക് പോകണമെന്നാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, 6 ഇതും കൂടെ കൗണ്ട് ചെയ്തു. അപ്പൊ ഇയാളുടെ പേര് നമ്മൾ എഴുതുമ്പോൾ ഇയാളുടെ പേരില് 2 മീഥൈലുണ്ട്. എവിടൊക്കെയാന്ന് ചോദിച്ചാല് ഇതൊരു മീഥൈല് ആൻഡ് ഇതും ഒരു മീഥൈല്. സോ അയാളുടെ പേര്, വാട്ട്സ് ദ നെയിം ഓഫ് ദാറ്റ് അല്ലെ, 2,5-dimethyl. പക്ഷെ അത് മാത്രമല്ല, ഇവിടെ നമുക്കൊരു മെത്തോക്സി ഉണ്ട്, അതുണ്ട്. അപ്പൊ 6-methoxy എന്നുണ്ട് അല്ലെ, 6-methoxy. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നോക്കണേ, ഈ പേര് എഴുതുമ്പോൾ കാർബണിൽ എന്ന് എഴുതാൻ പാടില്ല. അപ്പൊ അങ്ങനെ നമ്മൾ എഴുതുകയാണെങ്കിൽ ഈ 6 നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പേരല്ല ശരിക്കും, പക്ഷെ ഇതിനകത്ത് മോസ്റ്റ് ആപ്റ്റ് ആയിട്ട് നമുക്ക് സെലക്ട് അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേര് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ 4 മാത്രമേ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ അക്കോർഡിംഗ് ടു ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഇപ്പൊ ശരിക്കും പറഞ്ഞ ഇയാളുടെ പേരിൽ നമുക്ക് 6 കാർബൺ നമ്മൾ കൺസിഡർ ചെയ്തു, അത് ശരിയാണ്. പക്ഷേ നമുക്ക് ഇയാളുടെ പേരൊന്നും എഴുതാം. ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ്. സബ്സ്റ്റിറ്റ്യൂവൻസ് ഉള്ളത് 6ാമത്തെ കാർബണിൽ മെത്തോക്സി ഉണ്ട്, 6ാമത്തെ കാർബണിൽ മെത്തോക്സി ഉണ്ട്, 6ാമത്തെ കാർബണിൽ ഈ ഓക്സിജനും ഉണ്ട്. അപ്പൊ അതിന്റെ പേര് 6-oxo എന്നും കൂടെ വേണം. പിന്നെ 2ാമത്തതിലും 5ാമത്തതിലും നമുക്ക് മീഥൈലുണ്ട്, അത് ഡൈമീഥൈൽ. ഓക്കെ, ബാക്കി നമുക്ക് ഹെക്സനോയിക് ആസിഡ് നമുക്ക് എഴുതാം. അപ്പൊ ഇങ്ങനെ ഒരു സജഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്റെയോട് പറയാം. ബട്ട് ഏതായാലും ഇതിൽ തന്നിരിക്കുന്ന പ്രകാരം നമുക്ക് മോസ്റ്റ് ആപ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഒറ്റ ആൻസറേ ഉള്ളൂ. അത് ഏത് മാത്രമാണ്, ഓപ്ഷൻ 4 മാത്രമാണ്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ അൾട്ടിമേറ്റ് നെയിം എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്.